മണ്ണിൽ കാലുകുത്തിയാൽ ശത്രുവിന്റെ കാലരിഞ്ഞു വീഴ്ത്തുമെന്ന് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പുമായി ഇറാൻ. അമേരിക്ക കരമാർഗമുള്ള ആക്രമണം നടത്തിയേക്കുമെന്ന വാർത്തകൾക്ക് പിന്നാലെയായിരുന്നു ഇറാന്റെ ഈ പ്രതികരണം. ഇറാനിയൻ മണ്ണിൽ കാലുകുത്തുന്ന ഏതൊരു ശത്രുവിന്റെയും കാലുകൾ മുറിച്ചു മാറ്റുമെന്ന് IRGCയുടെ ഖദം അൽ അൻബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. രാജ്യത്തെ ആക്രമിക്കുന്ന ഏതൊരു അധിനിവേശക്കാരന്റെയും കാലുകൾ ഇറാന്റെ സായുധ സേന വെട്ടിമാറ്റും. ഖദം അൽ അൻബിയ ആസ്ഥാനത്തിന്റെ വക്താവ് ഇബ്രാഹിം സുൽഫിക്കാരിയെ ഉദ്ധരിച്ച് പ്രസ് ടിവിയിലൂടെയായിരുന്നു വീഡിയോ സന്ദേശം പുറത്തു വന്നത്. ഇറാന്റെ ശത്രുക്കളായ US-ഉം ഇസ്രയേലും ചെയ്ത പിഴവ് അവരെ അപമാനിക്കുകയും നാശത്തിന്റെ പാതയിലേക്ക് തള്ളിവിടുകയും ചെയ്തതായി വക്താവ് ഇബ്രാഹിം സുൽഫിക്കാരി പറഞ്ഞു. കുട്ടികളെയും സ്ത്രീകളെയും ശാസ്ത്രജ്ഞരെയും കൊന്നെടുക്കുന്നതിലൂടെയും നമ്മെ തടയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നെങ്കിൽ ശത്രുക്കൾക്ക് തെറ്റിയെന്നും അദ്ദേഹം സന്ദേശത്തിൽ പറയുന്നു. അമേരിക്കയുടെ 82ാമത് എയർബോൺ ഡിവിഷനിൽ നിന്നുള്ള ആയിരക്കണക്കിന് പാരാ ട്രൂപ്പർമാർ പശ്ചിമേഷ്യയിലേക്ക് എത്തിത്തുടങ്ങിയെന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു ഇറാന്റെ രൂക്ഷ പ്രതികരണം. അമേരിക്കയുടെ ഈ നീക്കം സാധാരണ സൈനിക വിന്യാസം എന്നതിലുപരി ഒരു വലിയ തന്ത്രപ്രധാനമായ മുന്നൊരുക്കമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. നോർത്ത് കരോലിനയിലെ ഫോർട്ട് ബ്രാഗ് ആസ്ഥാനമായുള്ള 82ാമത് എയർബോൺ ഡിവിഷൻ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വിന്യസിക്കാവുന്ന സേനകളിലൊന്നാണ്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ യുദ്ധഭൂമിയിൽ എത്താൻ കഴിയുന്ന ഈ സേനയുടെ സാന്നിധ്യം ഒരു സാധാരണ പ്രതിരോധ നീക്കമല്ല, മറിച്ച് അടിയന്തര കരയുദ്ധ സാധ്യതകൾക്കായുള്ള തയ്യാറെടുപ്പാണ് സൂചിപ്പിക്കുന്നത്. ഇതിനോടൊപ്പം ഇതിനകം തന്നെ ഏകദേശം 2500 മറൈനുകൾ ഉൾപ്പെടെ നാവികസേന, സ്പെഷ്യൽ ഓപ്പറേഷൻസ് യൂണിറ്റുകൾ, ലോജിസ്റ്റിക്സ് സപ്പോർട്ട് സംഘങ്ങൾ എന്നിവയും മേഖലയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിനിടെയാണ് ഇറാൻ അതിന്റെ ശക്തമായ മറുപടി പ്രചാരണത്തിലൂടെ പുറത്തു വന്നത് ചർച്ചയായിരിക്കുന്നത്. വീഡിയോയിൽ അടുത്തുവരൂ എന്ന തുറന്ന വെല്ലുവിളിയുമായി അമേരിക്കയെ നേരിടാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ ഒരു സാധാരണ സൈനിക പ്രദർശനം മാത്രമല്ല, അതൊരു മാനസിക യുദ്ധത്തിന്റെ ഭാഗമാണ്. ശത്രുവിനെ ഭയപ്പെടുത്തുകയും സ്വന്തം ജനങ്ങളിൽ ആത്മവിശ്വാസം വളർത്തുകയും ചെയ്യാനുള്ള ശ്രമമാണ് ഇതിലൂടെ കാണുന്നത്. ഈ സന്ദേശത്തിന്റെ സമയം പ്രത്യേകം ശ്രദ്ധേയമാണ്. അമേരിക്കയും ഇപ്പോഴും ഔദ്യോഗികമായി കരയിലൂടെയുള്ള ആക്രമണം തീരുമാനിച്ചിട്ടില്ലെങ്കിലും സൈനിക സജ്ജീകരണത്തിന്റെയും വേഗതയും വ്യാപ്തിയും കണ്ടാൽ ഭാവിയിൽ അതിന് സാധ്യതയുണ്ടെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. യുദ്ധത്തിന്റെ സ്വഭാവത്തിൽ ഒരു നിർണായകമായ മാറ്റം സംഭവിക്കാൻ പോകുന്ന ഘട്ടത്തിലാണ് ഈ നീക്കങ്ങൾ നടക്കുന്നത്. വ്യോമാക്രമണങ്ങൾക്കും മിസൈൽ പ്രയോഗങ്ങൾക്കും അപ്പുറം കരയിലൂടെയുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ എന്നത് കൂടുതൽ അപകടകരമായ ഘട്ടമാണ്. അത് കൂടുതൽ മനുഷ്യനാശത്തിനും ദീർഘകാല യുദ്ധത്തിനും വഴിവെക്കും. 82ാമത് എയർബോൺ പോലുള്ള സേനകളുടെ വിന്യാസം ഈ സാധ്യതകൾ ഗൗരവമായി പരിഗണിക്കപ്പെടുന്നുണ്ടെന്നതിന്റെ തെളിവാണ്. അതേസമയം അമേരിക്കൻ ഭരണകൂടം ഇപ്പോഴും നയതന്ത്ര സാധ്യതകൾ തുറന്നു വെച്ചിരിക്കുകയാണെന്ന് ഔദ്യോഗികമായി പറയുന്നുണ്ടെങ്കിലും സൈനിക നീക്കങ്ങൾ അതിനോട് വിരുദ്ധമായ ഒരു സന്ദേശമാണ് നൽകുന്നത്. യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പും സമാധാന ചർച്ചകളും ഒരേ സമയം മുന്നോട്ടു പോകുന്ന ഈ വിരുദ്ധ ദിശകൾ സംഘർഷത്തിന്റെ അനിശ്ചിതത്വം കൂടുതൽ വർദ്ധിപ്പിക്കുന്നുണ്ട്.